പടക്കം വാങ്ങിയിട്ട് ഏത് മലന്റെ മുകളിലൊക്കെ പോയി പൊട്ടിച്ചൂടെ? This street, tell me who opinions. This street is nice. Nice. I just arrived, but it's nice. Yes. Okay. വിഷു നിങ്ങൾക്ക് ഈ ഡ്രസ്സ് എടുത്തോ? ഇല്ലല്ലോ. ഇന്നത്തെ വ്ളോഗിലുണ്ടാവും. അനസ് വ്ളോഗ് 21 മറന്നോണ്ട. ഓക്കെ. സിനിമയിലെടുക്കും നിങ്ങളെ. സിനിമയിലെടുത്താ മമ്മൂട്ടിന്റെ ഫിഗർ ഉണ്ടല്ലേ? സിനിമയിലെടുത്തോളാം. ഓക്കെ, സിനിമയിലെടുത്തോളാം. ഓക്കെ, ഏതാ റോള് കൊടുക്കുക? കോമഡി ആണല്ലേ? നമുക്ക് ഒരു പെരുന്നാളിന് ഇവര് ഒരു അടിപൊളി വാച്ച് ഇറക്കിനെ, അത് കാണിച്ചു തരാം. അതിന്റെ നമ്മൾ റിവ്യൂ എടുക്കാൻ വേണ്ടി പോവാം. ഫുൾ ചങ്ങല ടൈപ്പ് ഒരു അടിപൊളി സാധനം. കണ്ടോ ഗൈസ്, 9 മണിയോ? എന്തത് 9 മണിയാണല്ലോ. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കാൻ പോണത് വിഷു ഇല്ലേ, നമ്മളെ ഈ പടക്കം പൊട്ടിക്കുന്ന സംഭവമുണ്ട് വിഷു. അപ്പോൾ വിഷുവിൻ്റെ ഒരു തിരക്കാണ് നിങ്ങൾ ഇന്ന് കാണാൻ പോണത്. സാധാരണ റംസാൻ്റെതാണെങ്കിൽ ഇന്ന് നമ്മൾ വിഷുവിൻ്റെ സീസൺ ആയിട്ടുണ്ട്. അപ്പോൾ വിഷുവിൻ്റെ ഒരു തിരക്കാണ് കാണാൻ പോണത്. അപ്പോൾ ഫുള്ള് വിഷു ആയിരിക്കും. ഹായ് ഗൈസ്, എങ്ങനെയുണ്ട് ഇപ്പോൾ വിഷുവിൻ്റെ തിരക്കൊക്കെ? നല്ല തിരക്കുണ്ട്. ഓക്കെ, പർച്ചേസിങ് എങ്ങനെയുണ്ട്? ആണല്ലേ? ഓക്കെ ആണ്. അപ്പോൾ ജസ്റ്റ് ഒരു യൂട്യൂബ് ചാനലായിരുന്നു അനസ് വ്ളോഗ് 21. ഓക്കെ, ഹാപ്പി അല്ലേ? ഓക്കെ, അപ്പോൾ ഇതുവരെ റംസാൻ്റെ സീസൺ ആയിരുന്നു. അപ്പോൾ ഇനി വിഷുവിൻ്റെ സീസണിലേക്ക് കയറാൻ പോകണം. അപ്പോൾ പടക്കമൊക്കെ വാങ്ങിക്കണോ? വാങ്ങാനില്ല. പടക്കം പൊട്ടിക്കാൻ പേടിയാ? പെറ്റ്സ് ഉണ്ട്. അപ്പോൾ നായ്ക്കൾക്ക് പടക്കം പേടിയാ? അങ്ങനെ ഉണ്ടല്ലേ? അപ്പോൾ എനിക്ക് അറിയില്ല ഇനി. ആണല്ലേ? ഓക്കെ. അപ്പം എന്നാൽ പടക്കം വാങ്ങിയിട്ട് ഏത് മലൻ്റെ മുകളിലൊക്കെ പോയി പൊട്ടിച്ചൂടെ? ആണല്ലേ? ഓക്കെ. അപ്പോൾ ജസ്റ്റ് ഒരു യൂട്യൂബായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒരു കോമഡി ആയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഒരു ആയി പറഞ്ഞോളൂ. ഓക്കെ. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് നെക്സ്റ്റ് ടീമിൻ്റെ അടുത്തേക്ക് പോവാം. അപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ടെന്ന്. അപ്പോൾ ചോദിച്ചു നോക്കാം. ഹായ് ഗൈസ്. ഹായ് ഹായ്. അപ്പോൾ ഇന്ന് എങ്ങനെയുണ്ട് വിഷുവിൻ്റെ തിരക്ക്? ആണോ? പേരെന്താ? ദിയ. പേരെന്താ? ദിഷ്ണ. എന്താ പഠിക്കുന്നത്? ഓക്കെ ഓക്കെ. അപ്പോൾ ഇന്ന് ലീവാണ്. അപ്പോൾ പർച്ചേസിംഗ് ഒക്കെ ചെയ്ത് ഹാപ്പിയാണ്? പടക്കം വാങ്ങിയോ? വാങ്ങണം. ഏത് മോഡൽ പടക്കം ഉദ്ദേശിക്കുന്നത്? ആണോ? ഓക്കെ. സാധാരണ കത്തിക്കാത്ത പടക്കമാണോ ഇറങ്ങുന്നത്? ഓക്കെ, ഹാപ്പിയാണല്ലേ? ഓക്കെ. അപ്പോൾ ഈ പടക്കങ്ങൾ വാങ്ങിയിട്ട് എവിടെ പോയിട്ടാണ് പൊട്ടിക്കുക? വീട്ടിൽ നിന്നോ? അപ്പോൾ വീട്ടിൽ എന്തെങ്കിലും അടിപിടിയാവോ ലാസ്റ്റ്? ഇല്ലല്ലേ? അപ്പോൾ എന്നാൽ ഫുള്ള് ലോഡ് പടക്കം വാങ്ങാം. ഓക്കെ. അപ്പോൾ കയ്യാന്ന് വെച്ചാൽ ഞാൻ പടക്ക പീടിയ ഇതിൽ ഞാൻ ഉൾക്കൊള്ളിക്കും. ഓക്കെ. അപ്പോൾ അവിടെ നിന്ന് പടക്കം വാങ്ങിയാൽ മതി. ഓക്കെ. അപ്പോൾ ഒരായി പറഞ്ഞോളൂ. ഓക്കെ. ഒരു യൂട്യൂബ് ചാനൽ അനസ് വ്ളോഗ് 21. ബൈ. ഓക്കെ ഗൈസ്, അങ്ങനെ വിഷുവിൻ്റെ തിരക്കാണ് നിങ്ങൾ ഇന്ന് കാണാൻ പോണത്. അപ്പോൾ നമ്മളെ മെയിൻ ആൾക്കാരുണ്ട് ഇവിടെ. ഹേയ്, അനസ് എന്നെ കാണാനായിട്ട് വന്നാന്ന് തോന്നുന്നല്ലോ. അതെ. ഷുവറല്ലേ? ഓ, എങ്ങനെയുണ്ട് ഇന്നത്തെ വിഷു ഒക്കെ? ഹാപ്പിയാണ്. വിഷുവിന്റെ തിരക്കുണ്ട്. അതെ, ചെറിയ പെരുന്നാളൊക്കെ കഴിഞ്ഞില്ലേ? ഈ വിഷുവിന്റെ തിരക്കുണ്ടാവും. അതെ, വിഷു കഴിഞ്ഞ വലിയ പെരുന്നാളാ വരാം. ഒരുപാട് നല്ല തിരക്കുണ്ടാവും. അപ്പൊ ഇന്നത്തെ മിഠായി തെരുവ് ഇപ്പോ കളക്ഷൻ ഇങ്ങനെ വന്നു കൊടുക്കണുള്ളൂ. ആണല്ലേ? ഈ ഒരു പെരുന്നാളിന്റെ തിരക്ക് കാണുന്നില്ലല്ലേ? പെരുന്നാൾ തിരക്ക് അങ്ങനെ ഓവറായിട്ടുള്ള ടൈറ്റ് ഉണ്ടാവില്ല. ഓക്കെ. ഇപ്പൊ ചൂടിനൊക്കെ എന്താ കുറവുള്ളത്? ചൂട് കണ്ടില്ല, ഈ കാർബോർഡ് വീശി കളിക്കുക. ഓക്കെ, ഇതല്ലേ വീശാൻ കഴിയുള്ളൂ. ഓക്കെ ഓക്കെ. അപ്പൊ ഇതിന്നൊരു അപ്ഗ്രേഡ് വേണ്ടേ? പിന്നെ തീർച്ചയായിട്ടും വേണ്ടേ. ഓക്കെ. സിനിമയിൽ കയറണ്ടേ? സിനിമ കയറാന്ന് വെച്ചാൽ ബൈ ചാൻസിൽ ഞാൻ എന്തായാലും കേറിക്കോ. ഓക്കെ. ഞാൻ കയറും. എന്നാ ഒരു പാട്ട് പാടിക്കോ. പാട്ട് പാടാൻ എനിക്കറിയില്ല. പാട്ട് പാടാൻ ഒരു ഡാൻസ് ആയാലോ? ഓനില്ല, പെണ്ണ് കിട്ടായിട്ടൊരു മാനസികമായിട്ട് എന്തൊക്കെയോ പ്രശ്നമായി പോയി. സ്റ്റെപ്പ് മാറ്റം കിട്ടുന്നാല് സ്റ്റെപ്പ് ഞാൻ ഐറ്റം വിടുള്ളൂ. ആണല്ലേ? ഐറ്റം ഇട്ടാ ഞാൻ എന്നോട് പറഞ്ഞില്ലേ. ഓക്കെ. എന്നാ ഞാനൊന്ന് അവിടെ പോയി വരാം. ഓക്കെ 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 ഗൈസ്, അങ്ങനെ നമ്മൾ തുടങ്ങാണ് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോണത് വിഷു ആണ്. ഓക്കെ. അപ്പോൾ വിഷു ആണ്. അപ്പോൾ വിഷുവിൻ്റെ പടക്കം പൊട്ടിക്കലൊക്കെ ഉണ്ടോ നമുക്ക് നോക്കാം. ഇവിടെ എന്തൊക്കെയാണ് സ്പെഷ്യലായിട്ടുള്ളത് നമുക്കൊന്ന് അന്വേഷിക്കാം, ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ അടിപൊളിയാണെന്ന് വെച്ചാൽ നമ്മൾ വിഷുവിൻ്റെ സ്ട്രീറ്റ് ആക്കി കാണാം. ഓക്കെ, വിഷു സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഹെഡിങ്ങനെ കൊടുക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്ന് വിഷുവിൻ്റെ ഒരു തിരക്കാണ്. എങ്ങനെയുണ്ട് ബ്രോ വിഷു ഒക്കെ? പടക്കം ഇവിടെ ഉണ്ടോ? ആണ് പടക്കം ഉണ്ട്. ഓക്കെ. എങ്ങനത്തെ പടക്കങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഓക്കെ. അങ്ങനെയല്ല, ഈ മേശപ്പോ പൂത്തിരി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും
വേറെന്തെങ്കിലും വാണോ? ഓക്കെ. വേറെ എന്താ എനിക്ക് ഇത് പഠിക്കാൻ വേണ്ടി? എനിക്ക് അങ്ങനെയൊന്നുമില്ല, ഗുണ്ട്. ഓക്കെ. അപ്പോ പെരുന്നാൾ എങ്ങനെയുണ്ട്? ഇനി അടിപൊളിയാണ്. അപ്പൊ നമ്മളെ വീഡിയോ കാരണം ആരെങ്കിലും ഒക്കെ വന്നിനോ? ഇഷ്ടം പോലെ നിങ്ങളെ ഒരു പ്രൊമോഷൻ മാതിരി ആയിരിക്കും. ഇഷ്ടം തിരക്കേനി ഒരാഴ്ച 24 hours ഷോപ്പ്. ഓക്കെ. അപ്പൊ ഒന്ന് വിഷുവിന്റെ തിരക്കാണ് ഇവിടെ ഫുള്ള്. ഇപ്പൊ വിഷുവിന്റെ പർച്ചേസ് നടക്കുന്നത്. പറഞ്ഞല്ലോ. അതെ. ആ, നിങ്ങൾ കുറച്ച് പടക്കം ഇറക്കണം കേട്ടോ. ആണല്ലേ? ഓക്കെ, എന്നാ എൻജോയ്. ഓക്കെ. അപ്പൊ ഒരായി പറഞ്ഞു. ഓക്കെ. ഇതാണോ പെരുന്നാൾ ഡ്രസ്? ഇതെന്താടാ ബാക്കിലെന്താ ആണ് മോനെ? ഗൈസ്, അപ്പൊ ഒരു മദാമ വരുന്നുണ്ട്. ഹായ് ഹായ്, വാട്ട് ഈസ് യുവർ നെയിം? ഇവ. അപ്പോ ഈ ദിസ് സ്ട്രീറ്റ് ടെൽ മീ ഹൂ ഒപ്പീനിയൻസ്. This street is nice. Nice. I just arrived, but it's nice. Yes. Okay, I am YouTuber AnasVlog21 YouTube channel. About tell me hi. Hi. Okay. എവിടുന്നാ വരുന്നത്? ഏതാ? Where are you from? France. France. അപ്പോൾ France beautiful place. Yes. Okay. Bye. Bye. Guys, അപ്പോൾ നിങ്ങൾക്ക് വിഷുവിന് ഡ്രസ്സ് ഇതുവരെ എടുത്തില്ലെങ്കിൽ വിഷുവിന്റെ കളക്ഷൻസ് ഇനി കാണിക്കാൻ പോണേ. ഓക്കെ. കാര്യമായിട്ട് യെസ്. വിഷു നിങ്ങൾക്ക് ഈ ഡ്രസ്സ് എടുത്തോ? ഇല്ലല്ലോ. ഇന്നത്തെ വ്ളോഗിലുണ്ടാവും AnasVlog21. മറന്നുകൊണ്ട. ഓക്കെ ഗൈസ്, അപ്പോൾ കാണിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മളെ വൈഡ് എന്ന് പറഞ്ഞ ഷോപ്പാണ്. അപ്പോൾ എങ്ങനെയാ വെച്ചാൽ അവിടുത്തെ കാര്യങ്ങൾ? വിഷുവിനുള്ള ഡ്രസ്സ് വേണം. വിഷുവിന്റെ കട അതാണ് കേറികളി. ഗൈസ്, അപ്പോൾ നമ്മളെ വൈഡാണ് വിഷുവിന്റെ കട. അപ്പോൾ നിങ്ങൾ പടക്കമൊക്കെ കൊടുക്കൂലേ? ഡിസ്കൗണ്ട് അല്ലേ? അഫോർഡബിൾ റേറ്റ് ആണല്ലേ? പേരെന്താ? സൽമാൻ. ഒരായി പറഞ്ഞു. അപ്പോൾ വിഷു ഹാപ്പി വിഷു. ഓക്കെ. ഫുള്ളി ഓട്ടോമാറ്റിക് സാധനങ്ങളാണ്. ആ ഏരിയയിലെങ്കിൽ നിൽക്കാൻ പറ്റില്ല. ചിരിയൊക്കെ അങ്ങ് മാറും. ഈ കളറ് കൊണ്ടുപോയി, വിഷു കൊണ്ടുപോയി ഗൈസ്. ഓക്കെ. അപ്പോൾ പിന്നെ നമുക്ക് ഇവിടെ നേരെ അടിയിൽ നമ്മളെ ചെക്ക് ഇവിടെ അടിയിലാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ ഫുള്ള് പ്രിന്റിൻ്റെ കളക്ഷൻസ്. പ്രിന്റ്. അപ്പോൾ എങ്ങനെയാണ് ബാക്കി എങ്ങനെയാണ് വരുന്നത്? ചറപറ പ്രിന്റ്. ഓക്കെ. ചെക്ക് ഇട്ടോ, അത് നല്ല ചെക്ക്. ഐസ് കണ്ടോ? വിഷുവിൻ്റെ മുണ്ടിലേക്ക് ഇത് കൊണ്ടുപോയി നിങ്ങൾ. ഇതും കൊണ്ടുപോകും അമ്പലത്തിലേക്കൊക്കെ. ഗൈസ്, ഇതൊക്കെ ഇട്ട് പോയാൽ 4 ആൾക്കാർ നിങ്ങളെ ശ്രദ്ധിക്കും, ഉറപ്പായി ശ്രദ്ധിക്കും. ഇല്ലേ? ആണോ? ഓക്കെ. ആണല്ലേ? ഓക്കെ. അപ്പോ എങ്ങനെ വിഷു ഒക്കെ എങ്ങനെ ആഘോഷിക്കുന്നേ? ആണല്ലേ? ഓക്കെ. എൻജോയ്. എന്തായാലും എൻ്റെ ഒക്കെ മൂഡ്. അതെ ഗൈസ്, അതെ ഒരു സന്ദേശമാണ് പറഞ്ഞത്. നമുക്കൊരു പെരുന്നാളിന് ഇവര് ഒരു അടിപൊളി വാച്ച് ഇറക്കിനെ, അത് കാണിച്ചു തരാം. അതിൻ്റെ നമ്മൾ റിവ്യൂ എടുക്കാൻ വേണ്ടി പോവാം. ഫുൾ ചങ്ങല ടൈപ്പ് ഒരു അടിപൊളി സാധനം. കണ്ടോ ഗൈസ്? 9 മണിയോ? എന്തത്? 9 മണിയാണല്ലോ. ആണല്ലേ? സീനില്ല. ടൈമൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. എന്നാല് ഓക്കെ, പ്രശ്നമില്ല. നമ്മൾ അടുത്തേലാക്കാം. എത്ര വാച്ചിന് എത്ര റേറ്റ് ആണ്? 9 മണി ആയി പോയി അല്ലേ? ഓക്കെ, പ്രശ്നമില്ല. ഇനി നമ്മൾ ടീഷർട്ടിന്റെ സെക്ഷനിലേക്ക് കടക്കാൻ പോണേ. അപ്പോൾ ഈ വിഷുവിന്റെ മുണ്ടിലേക്ക് ഇടാൻ പറ്റിയ ടീഷർട്ട്. ഹായ്. ഓക്കെ. എങ്ങനെയാ റേറ്റ് വരുന്നത്? സ്റ്റാർട്ടിങ് 595 ആണല്ലേ? ഓക്കെ ഗൈസ്, അഫോർഡബിൾ ആണ്, കുഴപ്പമില്ല. ബാക്ക് പ്രിന്റ് ആണ്. ഇവിടെ നിന്ന് എങ്ങനെ കസ്റ്റമൈസ് ചെയ്യോ? പ്രിന്റ് കസ്റ്റമൈസ് അങ്ങനെ ചെയ്ത് കൊടുക്കില്ല, നമുക്ക് ഈ അടുത്ത് തന്നെ സ്റ്റാർട്ട് ആവുന്ന പറഞ്ഞത്. ആണല്ലേ? ഓക്കെ. അപ്പോൾ ബാക്കി കാണിച്ചോളൂ ഗൈസ്. ഒരുപാട് കളക്ഷൻസ് ഉള്ളത്. നമ്മളെ വൈഡ് ഷോപ്പ് മറന്നു പോവുകയും ചെയ്യരുത്. നമ്മളെ വിഷുവിന്റെ ഫസ്റ്റ് ഷോപ്പാണ്. പെരുന്നാൾ മാതിരിയല്ല, വിഷു എന്ന് പറഞ്ഞാൽ വെറൈറ്റി ആണ്. എല്ലാവരും ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ് വിഷു. ഓക്കെ. പടക്കം പൊട്ടിച്ച് കളറാക്കും. അപ്പോൾ പടക്കം പൊട്ടിക്കുന്നതിലേക്ക് ടീഷർട്ടൊക്കെ ഇട്ട് പൊട്ടിക്കാം. ഓക്കെ, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത് അല്ലേ? അനക്കെടുത്തോ? വിഷുവിൻ്റെ കോടി എടുത്തോ?
വിഷുവിന്റെ കോടി ഇവിടെ തന്നെ എടുക്കും, ഈ അടുത്തെടുക്കും. ആണല്ലേ? ഓക്കെ വിഷു ആയതുകൊണ്ട് എടുക്കും. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് ഇവിടുത്തെ ഈ വിഷുവിൻ്റെ ആഘോഷിക്കാൻ പോണ നിങ്ങൾ? നമ്മളെന്ന് പറഞ്ഞാൽ ഷോപ്പിൽ ഞാൻ എന്താ ചെറിയ പരിപാടിയൊക്കെ ഉണ്ടാവും, പിന്നെ ഡിസ്കൗണ്ട് ഓഫർ അങ്ങനെ കുറേ കാര്യമായിട്ട്. ഓക്കെ. അപ്പോൾ ഈ പടക്കം ഏതൊക്കെ മോഡലാണ് നമുക്ക് ഇഷ്ടം? പടക്കെന്ന് പറഞ്ഞാൽ അമിട്ട്, പിന്നെ വാണം, പിന്നെ നൽച്ചക്രം, പല പടക്കവും ഞാൻ പൊട്ടിക്കുന്നത്. ഓക്കെ. ഈ പൂത്തിരി കൈ കൊണ്ട് പൊട്ടിക്കോ? ഓ, അത് നമ്മള് വടിമയൊക്കെ കെട്ടി പൊട്ടിക്കണ്ട. ആണ്. ഗുണ്ട എങ്ങനെ പൊട്ടിക്കുക? നിന്റെ എറിഞ്ഞ പൊട്ടിക്കാനാണ് എനിക്കിഷ്ടം. ആണല്ലേ? ഏതാ മോഡ്? എത്ര വരെ പഠിച്ച്? ഞാൻ +2 കഴിഞ്ഞു. ഓക്കെ. പടക്കം പൊട്ടിക്കുന്നാല്? ഓ, പടക്കം ഓക്കെ. പൊട്ടിക്കും. ഹാപ്പിയാണ്? ഹാപ്പിയാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ പേജ് പറയാന്ന് വെച്ചാൽ ഡിസ്കൗണ്ട് എന്തെങ്കിലും കൊടുക്കും ഡ്രസ്സിന്? അത് കൊടുക്കും. അപ്പോൾ ഒരായി പറഞ്ഞു ഗൈസ്. ഇങ്ങനെ കസ്റ്റമർ വന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട് വെക്കുക. അപ്പോൾ വിഷുവിൻ്റെ ഗൈസ്, അപ്പോൾ വിഷുവിന് എങ്ങനെ ഇവിടുത്തെ കളക്ഷൻസ് എങ്ങനെ ഉണ്ട്? ചെക്ക് ചെയ്യണുള്ളൂ അല്ലേ ഗൈസ്? ചെക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സ് ഇങ്ങനെ വരുന്ന ഒരു ഷോപ്പാണ്. പുറത്തേക്ക് നോക്കാന്ന് വെച്ചാൽ ഗൈസ് ഒരുപാട്. ഹായ് ഗൈസ്, വിഷുവിന് ഡ്രസ്സ് എടുത്തോ? ഇല്ല, ഇങ്ങോട്ടേ നോക്കൂ. അതെന്താ അറിയോ? വൈഡ് അവിടെ അടിപൊളി കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണാം. അനസ് വ്ളോഗ് 21 ഒരു യൂട്യൂബ് ചാനലാണ്. അപ്പോൾ ഒരായി പറഞ്ഞു. ഓ, കസ്റ്റമേഴ്സ് ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് അവിടെ വിഷുവിൻ്റെ ഒരു കളക്ഷൻസാണ് ഗൈസ്. അപ്പോൾ കസ്റ്റമേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് വന്ന് ഈ സാധനങ്ങളൊക്കെ എടുക്കാം. പിന്നെ അല്ലല്ല ബാഗി ജീൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടില്ലേ? ഇതൊക്കെ കണ്ടില്ലേ? പെയിൻറ്റിങ്ങിൻ്റെ പണിക്ക് പോയ മാതിരില്ലേ ഗൈസ്? അടിപൊളി സാധനങ്ങൾ ഇപ്പോഴത്തെ മോഡലാണെന്തോ ആണോ ഗൈസ്? ഓക്കെ. അപ്പോൾ ഞാൻ എന്നാ പോട്ടെ എന്നാല്. ഓക്കെ. അപ്പോൾ ഹാപ്പി വിഷു. ഒരായി പറഞ്ഞോളൂ. വിഷുവിന് ഓക്കെ. അപ്പോൾ ഹാപ്പിയാണ്? ഹാപ്പിയാണ്. പടക്കം കുറച്ച് വെച്ചോ? പടക്കം വെച്ചോ? കത്തട്ടെ? കത്തിക്കോട്ടെ. അപ്പോൾ വാണത്തിന്റെ ഫാനല്ലേ? ഓക്കെ, കാണാം. ഓക്കെ ഗൈസ്, പേര് മറക്കണ്ട. വൈഡ് ഗൈസ്. എങ്ങനെയുണ്ട് വിഷുവിന്റെ കളക്ഷൻസ്? ഓക്കെ. ഇതൊരു യൂട്യൂബ് ചാനൽ അനസ് വ്ളോഗ് 21. അപ്പോൾ ഒരായി പറഞ്ഞോളൂ. അങ്ങനെ മുട്ടായി തെരുവത്തെ കളക്ഷൻസ് ഒരുപാടുണ്ട്. ഒരുപാട് കസ്റ്റമേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. എങ്ങനെയുണ്ട് വിഷുവിൻ്റെ കളക്ഷൻസ്? ഹാപ്പിയാണോ? നോക്കിയില്ല, നോക്കിക്കൊണ്ടിരിക്കുക. കാര്യങ്ങളൊക്കെ എന്തായി? അത് കാര്യങ്ങൾ ഞാൻ അങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ റിയാസ്ക ഇങ്ങനെ ഇന്നെ ഒന്നും പറഞ്ഞില്ല. പെട്ടെന്ന് ചെയ്ത് തരാൻ പറയും. ഇത് ഭയങ്കര ബുദ്ധിമുട്ടായി. എങ്ങനെയുണ്ട് വെയില്? അൽഹംദുലില്ലാ, അപ്പം കുഴപ്പമില്ലടാ. കുഴപ്പമില്ല. ഓക്കെ. അവിടെ 2 ഷീറ്റ് കെട്ടിയാണ് കേട്ടോ. ആ, അടിപൊളിയല്ലേ? അപ്പോൾ ഒരായി പറഞ്ഞോളൂ. പെരുന്നാൾ അടിപൊളി. പിന്നല്ലേ എനിക്ക് എന്താ പറയാനുള്ളത് വെച്ചാൽ ഈ വിഷുവിന് ഏതൊക്കെ മോഡൽ പടക്കപ്പം കളിപ്പിക്കുന്നത്? ബാഗൊക്കെ എടുക്കുന്നുണ്ട്. എന്താ പറയാ, ഏറ്റവും വില കുറഞ്ഞിട്ട് SM ൽ കിട്ടുന്ന സ്ഥലം ആണ്. ബാഗിന് 200. ഓക്കെ ഗൈസ്, ബാഗിന് 200. അപ്പൊ എങ്ങനെയുണ്ട് വിഷുവിനെ കുറിച്ച്? വിഷു അടിപൊളിയാണ്. നമുക്ക് പടക്കം പൊട്ടിക്കാം. നമുക്ക് എന്താ പറയാ, ഒരു കച്ചവടം നടക്കണപ്പോ വിഷുവിനാ, പെരുന്നാൾ കഴിഞ്ഞാൽ ആണ്. ഓക്കെ. അപ്പൊ വിഷുവിന് ഏതൊക്കെ മോഡൽ പടക്കം നീ പൊട്ടിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഒറ്റപ്പടക്കം, ഗുണ്ടാണ് എന്റെ മെയിൻ. അമ്മോ, ഗുണ്ട കുപ്പിയിൽ ചങ്ങോട് പൊട്ടിക്കും. പൊട്ടായാറുണ്ട്. ഇത് പൊളിയാട്ടോ. ഓക്കെ. അപ്പോ അപകടകരമായിട്ട് പൊട്ടിക്കാൻ നോക്കരുത്. നമ്മള് വയലിൽ വെച്ചിട്ടാ പൊട്ടിക്കും. ആണല്ലേ? ഏത് കുന്നിന്റെ മുകളിൽ പൊട്ടിച്ചോ? അവിടെ കുഞ്ഞിന്റെ മേലെ കയറി കഴിഞ്ഞാൽ സാധാരണക്കാര് വേറെ വിചാരിക്കും. ഓക്കെ. അപ്പോൾ രായി പറഞ്ഞു. ഓക്കെ. അപ്പോൾ ഹാപ്പി വിഷു. വിഷു എങ്ങനെ നിങ്ങൾ ആഘോഷിക്കുന്നത്? നമ്മൾ പടക്കം പൊട്ടിച്ചിട്ട് പിന്നെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് പിന്നെ എങ്ങനെ ഏതൊക്കെ പടക്കം ഉദ്ദേശിക്കുന്നത് പൊട്ടിക്കാൻ? പൊട്ടിയ നാട്ടുകാർ വരെ നെട്ടണം. ആണല്ലേ? ഓക്കെ. കത്തും. ഒരായി പറഞ്ഞു. ഹാപ്പി വിഷു. അപ്പോൾ ഹാപ്പി വിഷു. ഓക്കെ. ഡ്രസ്സ് എടുക്കാൻ പോവാ? ഓക്കെ. എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? ഓക്കെ. എവിടുന്നാ പടക്കം പൊട്ടിക്കാൻ ഉദ്ദേശിക്കുന്നത്? വീട്ടിൽ നിന്ന്. ഏതൊക്കെ പടക്ക? എല്ലാം വാണടക്കുന്നുണ്ട്. ഒരായി പറഞ്ഞോ. ഹാപ്പി വിഷു. ഒരു യൂട്യൂബ് ചാനൽ അനസ് വ്ളോഗ് 21 അറിയല്ലേ? ഓക്കെ. ഹായ് ഗൈസ്. ഹായ്. പേരെന്താ? സാന്ദ്ര. എങ്ങനെയുണ്ട് വിഷുവിൻ്റെ പർച്ചേസൊക്കെ ചെയ്തോ? തുടങ്ങിയില്ല. അപ്പോൾ എന്നാ നിങ്ങൾ വിഷു എന്നാണ്? ഏപ്രിൽ 14. ഓക്കെ. ഹാപ്പിയാണ്. ഓക്കെ. അപ്പോൾ ഒരു അടിപൊളി ഒരു ഷോപ്പുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ കണ്ടാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് പർച്ചേസ് നടത്തിയാൽ മതി. നമ്മളെ പേജ് പറയാന്ന് വെച്ചാൽ ചിലപ്പോൾ ഡിസ്കൗണ്ടൊക്കെ ഉണ്ടാവും. ഓക്കെ. ഹാപ്പി അല്ലേ?
അപ്പോൾ ഒരായി പറഞ്ഞോളൂ. ഗൈസ് ഇനി നിങ്ങൾക്ക് പച്ചക്കറി വേണോ? പച്ചക്കറി വിഷുവിന് നമ്മൾ പച്ചക്കറി ഈ സാമ്പാറൊക്കെ അല്ല, നമുക്ക് അതിൻ്റെ ഒക്കെ ഒരു വില ഒക്കെ ചോദിച്ചു നോക്കാം. ചോദിച്ചു നോക്കാം. ആ അപ്പോൾ വിഷുവിന് എങ്ങനെ നിങ്ങൾ പച്ചക്കറീൻ്റെ റേറ്റ് വരുന്നത്? വിഷുവിന്റെ ഒന്നും നമുക്ക് ഇപ്പം നിർണ്ണയിക്കാൻ പറ്റില്ല. അതിന്റെ ആളിതാ ഇവിടെ നല്ലൊരു പരിപാടി കഴിഞ്ഞു. വിഷു പെരുന്നാളൊക്കെ ഒരേമാതിരി ഇന്ത്യക്കാർക്ക്. ഇത് എന്തുകൊണ്ട് ഈ പെരുന്നാളിന്റെ ടൈമിൽ ആരും ഒന്നും ഈ പച്ചക്കറിന്റെ നിലവാരങ്ങളൊന്നും പറയാൻ അറിയാത്ത? ഞാൻ ഇറങ്ങി, ഇറങ്ങിയിട്ടില്ല. ഞാൻ ഇറങ്ങി എപ്പോൾ ഇറങ്ങി? ഇപ്പൊ വിഷുവിന്റെ തിരക്കിലേക്ക് വരുമ്പോഴത്തേന് പച്ച പിടിച്ച് വില കൂടിക്കൊണ്ടിരിക്കുക. ആണോ? എങ്ങനെ റേറ്റ് ഒക്കെ ഒന്ന് പറഞ്ഞു? ഇപ്പൊ ഒരു 20ന്റെ മുകളിൽ ഇപ്പൊ 40ലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അത് വിചാരിച്ച് ജനങ്ങളെ പൊട്ടിക്കുന്ന സൂപ്പർ മാർക്കറ്റ് വഴിയില്ല, ഇവിടെ ഫോർ മാർക്കറ്റാണ്. ഓക്കെ, വില കുറച്ച് കൊടുക്കുന്നു. പരിചയപ്പെടുത്തി തരി. ഓക്കെ, ഇവിടെ ഇപ്പൊ നോക്കണം, സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഉള്ളിന്റെ മുകളിൽ 12 രൂപ 14 രൂപ 15 രൂപ ഇടും. പക്ഷെ മറ്റുള്ളതിന്റെ മുകളിലാണെച്ചാലോ ബമ്പ വില ഒരു ഈടാക്കും. ആ ഈടാക്കൽ ഇവിടെ ഇല്ല. ഇവിടെ ഒരു വില പറഞ്ഞാൽ ഒരു വില തന്നെ. ഓക്കെ. പിന്നെ കൊത്തവർക്ക് പിന്നെ 80 റുപ്യക്കും കൂടെ 40 റുപ്യ, ക്യാരറ്റ് ബീറ്റ്റൂട്ട് 50 റുപ്യയും കൂടെ 40 റുപ്യ, ക്യാരറ്റ് 1 കിലോ 30 രൂപ, അവിടെ 90 ആയിരിക്കും. അങ്ങനെ കുറെ മാറ്റങ്ങൾ കോഴിക്കോട് പച്ചക്കറി മാർക്കറ്റിൽ ഉണ്ടാവും. അത് ചോദിച്ചാൽ സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുന്ന ആളുകൾ ഒന്ന് ശ്രദ്ധിച്ചു പോവാ, വില കുറഞ്ഞ സാധനം മാത്രം മേടിച്ച് പോരാ. ഓക്കെ, അപ്പൊ ഇവിടെ വൻ വിലക്കുറവാണ്. ഓക്കെ, അപ്പൊ എല്ലാരും ഇങ്ങോട്ട് വരും. ഒരു ആയി പറഞ്ഞോളൂ. ഹാപ്പി വിഷു. നിങ്ങൾക്ക് ഈ വിഷുവിന് പച്ചക്കറി വേണമെന്ന് വെച്ചാൽ ഇവിടേക്ക് വന്നാൽ മതി. ഓക്കെ, പറഞ്ഞോളൂ. തക്കാളിക്ക് എത്ര? 2 കിലോ 30. ഓക്കെ. നാരങ്ങ 1 കിലോ 20. ഓക്കെ. മാങ്ങ ഒക്കെ വില ഇഷ്ടം പോലെ നിങ്ങളെ വിലക്ക് ഇഷ്ടത്തോളെ ആണല്ലേ? ഓക്കെ. പടക്കണ്ടോ? പടക്കം നിങ്ങൾ കൊണ്ടുവന്നാ നമ്മൾ ഇവിടെ പൊട്ടിക്കും. ഓക്കെ ഓക്കെ. ഇനി ഞാൻ മൊത്തം പച്ചക്കറിന്റെ മോഡലാ കളിക്കാൻ പോണ്. ഫുൾ പച്ചക്കറി, ഫുൾ കത്തും, ഫുൾ വിഷയം. പച്ചക്കറി നിങ്ങൾക്ക് വേണോ? ഇവിടേക്ക് വന്നാൽ മതി. ആരോ ഒന്ന് വന്നിട്ടുണ്ട് ഗൈസ്. ഹായ്. യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്. അനസ് വ്ലോഗ് 21. അപ്പൊ എങ്ങനെയുണ്ട് വിഷുവൊക്കെ? അടിപൊളി ആണല്ലേ? കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി ഞാൻ ചോദിക്കുന്നത്, ഇന്നത്തെ ഈ വിഷു ആണല്ലോ, നമ്മൾ വിഷു ആണല്ലോ വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ എൻജോയ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇതിൻ്റെ അകത്ത് തന്നെ. അപ്പോൾ ഈ പച്ചക്കറി മാർക്കറ്റ് വൻ വിലക്കുറവാണോ? വില കുറവാണ്. ഓക്കെ, അപ്പോൾ ഹാപ്പി വിഷു. ഒരായി പറഞ്ഞോളൂ. പടക്കമൊക്കെ വാങ്ങിയോ? പടക്കം വാങ്ങാൻ ആയില്ല. ഓക്കെ, അപ്പോൾ കണ്ടതിൽ വളരെ സന്തോഷം. ഓക്കെ, ബൈ ഗൈസ്. അങ്ങനെ നമ്മളെ സബ്സ്ക്രൈബേഴ്സാണ് അതൊക്കെ ഗൈസ്. ഇത് മൊത്തം നമ്മളെ കോഴിക്കോടത്തെ പച്ചക്കറി മാർക്കറ്റാണ് ഗൈസ്. അപ്പോൾ വിഷുവിന് പച്ചക്കറിയൊക്കെ വേണമെങ്കിൽ ഇവിടേക്ക് വന്നാൽ മതി ഗൈസ്. ഫുള്ള് ഇതവിടെ കണ്ടില്ലേ? എങ്ങനെയാണ് ഇവിടുത്തെ മാങ്ങ ഒക്കെ ഉണ്ടല്ലേ? ഓക്കെ, പടക്കണ്ടോ ഗൈസ്? ഓക്കെ, അപ്പോൾ നിങ്ങൾ പടക്കമൊക്കെ നിങ്ങൾ പൊട്ടിക്കുമോ? ഓക്കെ, പടക്കത്തിന് ഫാനാണോ? നിർബന്ധമൊന്നുമില്ല. അപ്പോൾ എങ്ങനെ ഇവിടുത്തെ മാങ്ങൻ്റെ റേറ്റ് വരുന്നത്? മാങ്ങ 50 രൂപ 40 രൂപ കിലോ. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നെല്ലിക്ക യൂട്യൂബ് ചാനൽ അനസ് വ്ലോഗ് 21. നിങ്ങൾ എന്നെ മറന്നുപോയില്ലേ? അന്ന് ഞങ്ങൾ ഇതിൻ്റെ മുന്നേ ഞാനിത് പറഞ്ഞപ്പോൾ എന്താണെന്ന് പറയില്ലല്ലോ. അതന്നെ അതെ, ഓർക്കറിയാം, നിങ്ങൾ മറന്നുപോയി. അതെ, അപ്പോൾ ഒരായി പറഞ്ഞോളൂ. ഓക്കെ, ഹാപ്പി അല്ലേ? സിനിമയിലെടുക്കും നിങ്ങളെ. സിനിമയിലെടുത്ത മമ്മൂട്ടിൻ്റെ ഫിഗർ ഉണ്ടല്ലേ? സിനിമയിലെടുത്താളാ? ഓക്കെ, സിനിമയിലെടുത്താളാ? ഓക്കെ, ഏതാ റോള് കൊടുക്കുക? കോമഡി ആണല്ലേ? ഓക്കെ, ആണല്ലേ? ഓക്കെ. എന്താ? അതെ, ഫൈറ്റിംഗ് വേണ്ട. ഓക്കെ, അതെ. അപ്പോൾ ഒരായി പറഞ്ഞോളൂ. ഗൈസ്, അപ്പോൾ നിങ്ങൾ ഇതുവരെ കണ്ടത് നമ്മളെ പാളയം കോഴിക്കോടത്തെ ഈ പച്ചക്കറി മാർക്കറ്റാണ്. അപ്പോൾ ഇനി നമ്മൾ ഈ അടുത്ത സ്ഥലത്തേക്ക് പോവാം. അടുത്ത സ്ഥലം എന്ന് വെച്ചാൽ ഓക്കെ ഗൈസ്, ബസ്സിൽ മൊത്തം നമ്മളെ ഫാന്. ഏതാ മൂഡ് ഗൈസ്? രണ്ടാളും ഭയങ്കര എൻ്റെ ഫാനാണ്, കട്ട ആരാധകർ. പക്ഷെ അവർക്ക് ഭയങ്കര മടി ക്യാമറയിലേക്ക് വരാൻ. അങ്ങനെ എനിക്ക് ഇറങ്ങാൻ ടൈമായി. അപ്പോൾ ഞാൻ പോയി വരാം. ഓക്കെ, ബൈ. ഞാൻ പോട്ടെ, നല്ല സമയമായി. ഓക്കെ, അപ്പോൾ കാണാം. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞാൻ അപ്പോൾ നാട്ടിലെത്തി. ഇതാണ് എൻ്റെ നാട് ഗൈസ്. നിങ്ങൾക്ക് ഇനി എൻ്റെ നാട്ടിലെ ബാർബർ ഷോപ്പിലൊന്ന് കയറി നോക്കാം. ഇവിടെ കുറേ ആൾക്കാരുണ്ട് ഗൈസ്. ഹാപ്പി അല്ലേ? ഹാപ്പി വിഷു. എങ്ങനെയുണ്ട് വിഷു ഒക്കെ? എങ്ങനെ എൻജോയ് ആണോ? ഇതപ്പോഴത്തെ മോഡൽ മുടി ആണ്, വി കട്ടില്ലേ? ഓഫ് ഗൈസ്, നോക്കട്ടെ. എൻ്റെ മോനെ, വിഷു നിങ്ങൾ കൊണ്ടുപോകും. ഡ്രസ്സ് എവിടുന്നാറ് എടുക്കണ്ടി? മുട്ടായി തെരുവ്. അത് ഇന്നത്തെ വീഡിയോയിലുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണണം. അനസ് വ്ലോഗ് 21 യൂട്യൂബ് ചാനലാണ്.
ഹാപ്പി അല്ലേ? ഓക്കെ, ഗ്ലാസ് ബാക്കിൽ വെക്കല് ആണ്. ഓ ഇൻട്രോവേർട്ട് അല്ലേ? ഓക്കെ, ഇൻട്രോവേർട്ട് പറയൂ, എന്തൊക്കെ പറയാനുള്ളത്? ആണല്ലേ? ഹാപ്പി ആണല്ലേ? ഒരു ഹായ് പറഞ്ഞോ, ഹായ് പറഞ്ഞോ. ഹാപ്പി വിഷു ഗൈസ്. ഇവരൊക്കെയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അപ്പോൾ എന്തൊക്കെ വേറെന്താ പറയാനുള്ളത്? ഓക്കെ, ഇത് ആരാ? റാപ്പറാ ഗൈസ്. ഇതാണ് നമ്മളെ പുതിയതായിട്ട് നിങ്ങൾ വൈകാണ്ട് വൈറലാവും ഒരു പാട്ട്. ഗൈസ് പാട്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ കേൾക്കുന്നേ? എയർപോർട്ട് ഉണ്ടോ? ആണല്ലേ? ഓക്കെ, അപ്പോൾ ഒരായി പറഞ്ഞോ. ഓ, കണ്ടതിൽ വളരെ സന്തോഷം. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ വീട്ടിലെത്തി. ഇനിയിപ്പോൾ വ്ളോഗ് അവസാനിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ മൊത്തം ഒരു തമാശയിലാണ് ഞാൻ വ്ളോഗ് എടുത്തത്. അപ്പോൾ വിഷുവിൻ്റെ സ്ട്രീറ്റും പിന്നെ വിഷുവിൻ്റെ കാര്യങ്ങളാണ് ഇന്ന് മെയിനായിട്ട് ഞാൻ പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പോൾ ഇനി അങ്ങോട്ട് വിഷുവിൻ്റെ സ്ട്രീറ്റ് വേണമെന്ന് താല്പര്യമുള്ളവർ നിങ്ങൾ അങ്ങനത്തെ കമൻ്റ് ഇട്ടോളി. അപ്പോൾ ഒന്നും പറയാനില്ല, എത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ ആരും ലൈക്ക് അടിക്കാൻ മറന്നു പോരുത്. ആ ലൈക്ക് ഒന്ന് അടിച്ചിടണം. ഓക്കെ, ഇതിലും അടിപൊളി വീഡിയോസായിട്ട് ഇനി വരുന്നതാണ്. അപ്പോൾ ലൈക്ക് അടിക്കണേ.